വെൽഫെയർ പാർട്ടി എന്ന് പറയുമ്പോഴും നമ്മുടെ സമൂഹത്തിലെ വലിയ സ്വാധീനവും ശക്തിയുള്ള ഒരു പ്രതിഭാസമല്ല ഈ വെൽഫെയർ പാർട്ടി. അത് കാരണം അദ്ദേഹം കേരളത്തിൽ വന്ന് പ്രചരണം നടത്തുമ്പോൾ പറയുന്നത് എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ്. പിണറായി വിജയൻ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിലെ ഒരു പാർട്ടിയായ CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുമാണ്. ഇതുപോലെ രാഹുൽ ഗാന്ധിയും കൂട്ടരും ചോദിച്ചതാണ് വേറൊരു കാര്യം, എന്തുകൊണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന്. കേജ്രിവാളും അന്ന് ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന അതിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ. അദ്ദേഹത്തെ ജയിലിലിട്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച ഉപമുഖ്യമന്ത്രി സിസോദിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. സിസോദി 1 വർഷത്തിലധികം ജയിൽ കിടന്നു. അവരെല്ലാം അറസ്റ്റ് ചെയ്യാൻ രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഈ മോഡി ഗവൺമെൻറ് ഉപയോഗിക്കുന്ന വകുപ്പ് അഴിമതി നിരോധന വകുപ്പ് അനുസരിച്ചല്ല. പിന്നെയോ ഇവർ കള്ളപ്പണം വെളുപ്പിച്ചു, PMLA എന്നോ മറ്റു പറയും, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, PMLA. അതിൻ്റെ പ്രശ്നം എന്താ? ഈ മണി ലോണ്ടറിങ് എന്ന് പറയുന്നത് രാഷ്ട്രവിരുദ്ധമായ ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു പ്രവൃത്തിയായിട്ടാണ് ആ PMLA-യിൽ വ്യവസ്ഥ ചെയ്യുന്നത്. അപ്പോൾ ജാമ്യം നിഷേധിച്ച് ദീർഘകാലം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരാൾ, ഇപ്പം എന്നെ PMLA അനുസരിച്ച് നാളെ അറസ്റ്റ് ചെയ്യുന്നു, ആരെങ്കിലും പരാതിപ്പെട്ടതനുസരിച്ച്, മാസങ്ങൾ, എനിക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടില്ല. ഞാനിത് ചെയ്തിട്ടില്ല, ഞാനിത് ചെയ്തു എന്ന് പ്രോസിക്യൂഷൻ തെളിയിക്കണം, സാധാരണ ഏത് കുറ്റമാണെങ്കിലും. പക്ഷെ PMLA ആണെങ്കിൽ ഞാനിത് ചെയ്തിട്ടില്ല എന്ന് ഞാൻ തെളിയിക്കണം. ഓണസ് ഓഫ് പ്രൂവിങ് ഇന്നസെൻസ് ഈസ് ഓൺ ദി അക്യൂസ്ഡ്. അതുകൊണ്ട് എത്ര ചതിയാണെന്നറിയുമോ ഈ നരേന്ദ്രമോദി ചെയ്യുന്നത്. അങ്ങനെ ഇവർ കോൺഗ്രസും ലളിത് മാക്കനും രാഹുൽ ഗാന്ധിയും എല്ലാം അഴിമതി ചെയ്തു എന്ന് പറഞ്ഞതനുസരിച്ച് BJP പിടിച്ച് ജയിലിലിട്ട കേജ്രിവാളിൻ്റെയും സിസോദിയുടെയും കേസിൽ ഇപ്പോൾ എന്താ വിചാരണ കോടതി പറഞ്ഞത്? അവരെ എക്സോണറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്, അവരെ കുറ്റവിമുക്തരാക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം ഡൽഹിയിൽ ഒരു BJP വിരുദ്ധ ഗവൺമെൻറ് ഉണ്ടായിരുന്നു, ആം ആദ്മി പാർട്ടിയുടെ, അതും തകർന്നു. ഇപ്പോൾ BJP, അതിലേക്കാണ് ഞാൻ വരുന്നത്, അതിലേക്ക് തന്നെയാണ് നിങ്ങളുടെ ചോദ്യത്തിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. അപ്പം അങ്ങനെ ഒരു ശ്രീ രാഹുൽ ഗാന്ധി അടക്കം നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന ഇന്ത്യ ബ്ലോക്കിന് ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു ഡൽഹിയിൽ. അതിനെയും തകർക്കുന്നിടത്തേക്കാണ് രാഹുൽ ഗാന്ധിയുടെ ഈ അഴിമതി ആരോപണ പരിപാടി നയിച്ചത്. അപ്പം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടതുപോലെ പിണറായി വിജയനെയും അറസ്റ്റ് ചെയ്ത് ജയിലിടണമെന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം. അപ്പോൾ തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരെ ജയിലിലടയ്ക്കണമെന്ന് ആവശ്യമുന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായി ശ്രീ രാഹുൽ ഗാന്ധി ഒരർത്ഥത്തിൽ മാറുമ്പോൾ ആ സമീപനത്തെ പിണറായി വിജയൻ ഒരു പ്രത്യേക രീതിയിൽ വിശേഷിപ്പിച്ചു. അതാണ് സംഭവിച്ചത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ അനർഹനായ ഒരാളാണ് CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമെന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി ആരോപിച്ചത്. അപ്പോൾ അതിനോടാണ് പിണറായി വിജയൻ പ്രതികരിച്ചത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന കേസിൽ അദ്ദേഹത്തെ കോടതി ഇത് ഒരു തരത്തിലുള്ള പരിശോധനയ്ക്ക് നിലനിൽക്കുന്നതല്ല പിണറായിക്കെതിരായിട്ട് കെട്ടിച്ചമച്ച ആരോപണം എന്ന് ഒരു കോടതി പറഞ്ഞതാണ്. അതാണ് വസ്തുത, അതാണ് പശ്ചാത്തലം. ഇപ്പോഴ് ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്. ഇന്നലെ കാസർഗോഡായിരുന്നു. കാസർഗോട്ടിലെ ഒരു മണ്ഡലത്തിലെ UDF-ൻ്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നുവെന്നാണ് SDPI പറഞ്ഞത്. അപ്പോൾ ആദ്യം UDFI വിശദീകരിക്കട്ടെ, അവിടെ SDPIയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ വേണ്ടി UDF സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. CPIM-ഓ LDF-ഓ ഒരിടത്തും SDPIയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ SDPI-യുമായി ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയും നടത്തിയിട്ടില്ല. ഇനി SDPIയുടെ വോട്ട് സ്വീകരിക്കുമെന്നാണ്. ഓരോരുത്തർ അവരുടെ സ്വന്തമായ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും വോട്ട് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ തീരുമാനിക്കുന്നത് അവരുടെ വിഷയമാണ്. അവർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ നിങ്ങൾ പോയിട്ട് അവർ വോട്ട് ചെയ്യുന്നത് തടസ്സപ്പെടുത്തുമോ എന്നതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പം അത്തരം എല്ലാ ചോദ്യത്തിനും ഞങ്ങൾ മറുപടി പറയും എന്ന് പ്രതീക്ഷിക്കരുത്.
അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എങ്ങനെ? അല്ല, ഞാനീ പറഞ്ഞതാണ്, SDP അവരുടെ സ്വതന്ത്രമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മണ്ഡലത്തിൽ എങ്ങനെ വോട്ട് ചെയ്യണം, അവർക്കൊരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത ചില ആളുകളെ തോൽപ്പിക്കാൻ വേണ്ടി അവരുടെ വോട്ട് ഫലപ്രദമായി വിനിയോഗിക്കണം എന്ന് SDP തീരുമാനിച്ചാൽ അത് അവരുടെ തീരുമാനമാണ്. CPIM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അസന്നിഗ്ധമായി പറയാനുള്ളത്, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾ വോട്ട് ചെയ്യണം എന്ന തരത്തിൽ SDP-യുടെ നേതൃത്വവുമായി ഞങ്ങൾ യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല. അല്ല, SDP-യുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് ഞങ്ങൾ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. RSSൻ്റെ ഫാസിസ്റ്റ് സ്വഭാവത്തിലുള്ള വർഗീയ പ്രവർത്തനങ്ങൾക്ക് ന്യായീകരണം കൊടുക്കുന്ന വിധത്തിലായി പോകുന്നുണ്ട് SDP-യുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും. RSSനെതിരായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് SDP പ്രവർത്തിക്കുന്നത്. പക്ഷേ രാജ്യത്ത് വർഗീയ കലഹങ്ങൾ ഉണ്ടാക്കുന്ന, ചോരച്ചുരിച്ചിലുകൾ ഉണ്ടാക്കുന്ന, ഫാസിസ്റ്റ് സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന RSSന് തങ്ങളുടെ പ്രവർത്തനത്തെ ന്യായീകരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു SDP. അതുകൊണ്ട് SDP അതിൻ്റെ പ്രവർത്തന ശൈലി തിരുത്തണം. ഇപ്പോൾ തുടരുന്ന SDP-യുടെ പ്രവർത്തന ശൈലി അവരവകാശപ്പെടുന്നത് പോലെ RSSനെ എതിർക്കാനോ തുറന്നു കാണിക്കാനോ ദുർബലപ്പെടുത്താനോ സഹായകമാവില്ല. അതാണ് പാർട്ടിയുടെ അഭിപ്രായം. അല്ല, അവർ തിരുത്തണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. തിരുത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് അതിനുശേഷം മതിയല്ലോ മറ്റു കാര്യങ്ങൾ. വെൽഫെയർ പാർട്ടി എന്ന് പറയുമ്പോഴും നമ്മുടെ സമൂഹത്തിലെ വലിയ സ്വാധീനവും ശക്തിയുള്ള ഒരു പ്രതിഭാസമല്ല ഈ വെൽഫെയർ പാർട്ടി. അത് കാരണം അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ടുള്ള അത്തരത്തിൽ ഉള്ള ഒരു സ്വാധീനശക്തി, പരിമിതമായ സ്വാധീനശക്തിയുള്ള കൂട്ടരെക്കുറിച്ച് പറയേണ്ട കാര്യമുള്ളൂ. ആ അനുവാദത്തിൽ നമ്മൾ പറയേണ്ടു. അതാണ് ആദ്യം. അവർ വലിയ സ്വാധീനമൊന്നും ഇപ്പം ഇല്ലെങ്കിലും അവരുടെ സിദ്ധാന്തം വളരെ അപകടകരമാണ്. മതരാഷ്ട്രവാദമാണ്. ആ മതരാഷ്ട്രവാദം ഞങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിച്ചിരിക്കുന്നു, അത് ഞങ്ങൾ തള്ളിക്കളയുന്നു, അതില്ല എന്ന് വാക്കിലും പ്രവൃത്തിയിലും അവർ തെളിയിച്ച് അതെല്ലാം കാത്തിരുന്ന് കാണേണ്ടി വരും ഈ വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. മതരാഷ്ട്രവാദമാണല്ലോ RSSൻ്റേത്. അതിന് സമാന്തരമായ മതരാഷ്ട്രവാദമാണ് ജമാഅത്തെ ഇസ്ലാമി മൗദൂദിസത്തിൻ്റെ ഭാഗമായി പിന്തുടർന്ന് പോന്നിട്ടുള്ളത്. അതിനെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. പക്ഷേ 10 മിനിറ്റ് RSSൻ്റെ ഫാസത്തെക്കുറിച്ച് പറയുമ്പം 10 മിനിറ്റ് തന്നെ വെൽഫെയർ പാർട്ടിയെക്കുറിച്ച് പറയണമെന്ന് ചില കരുതുന്നുണ്ട്. അത് ശരിയല്ല. അതിനെ സമീകരിക്കാൻ, ഇത് രണ്ടും ഒരുപോലെയാണെന്ന് പറയാൻ ഒരിക്കലും CPIM തയ്യാറല്ല. വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്.